നവംബർ 14 ശിശുദിനം. വിശുദ്ധ ലൂക്ക ചെറുതാകലിന്റെ സുവിശേഷവുമായിട്ടാണ് ഇന്ന് നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ ഉടനീളം നോക്കിയാൽ ക്രിസ്തുവിന്റെ കണ്ണുടക്കുന്നത് ചെറുതുകളിൽ തന്നെയാണ്. വയലിലെ വിത്തും ചെറുകുരുവികളും ശിശുക്കളും അവഗണിക്കപ്പെട്ടവരും ആരുമില്ലാത്തവർക്കുമെല്ലാം ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്ന് സുവിശേഷകന്മാർ നമുക്ക് മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വചനം ചെറുതിനെ കുറിച്ച് ധ്യാനിക്കാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാകാം ഈശോ ബെത്ലഹേമിൽ പിറന്നതും ഒടുവിൽ പീഡാസഹന ഉത്ഥാനങ്ങൾക്ക് ശേഷം നമ്മുടെ മുമ്പിൽ ചെറിയ അപ്പമായി ദിവ്യകാരുണ്യമായി ഇറങ്ങി വരുന്നതും. പഴയ നിയമത്തിലേക്ക് ഉടനീളം നോക്കിയാൽ ചെറുതുകളാണ് പഴയ നിയമത്തെ വിസ്മരിപ്പിക്കുന്നത്. ഒരു ചെറിയ ഇടയബാലൻ കവണ കൊണ്ടും കല്ലുകൊണ്ടും ബലമുള്ള ശക്തനായ ഗോലിയാത്തിനെ മറിച്ചിടുന്നതും നമുക്ക് കാണാം. അതെ, ചെറുതുകളാണ് നമ്മളെ വിസ്മയിപ്പിക്കുക. കാരണം അവയ്ക്ക് ഭാരം കുറവാണ്. അഹന്തകളില്ലാതെ എല്ലായിടത്തും സമരസപ്പെടുന്നതും അവ തന്നെയാണ്. ഓരോ ചെറുതുകളെയും ഇത്ര കമനീയമായ രീതിയിൽ പരിപാലിക്കുന്ന ദൈവത്തിന്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു ഉറുമ്പ് മുതൽ ചെറിയ പ്രാണികളെയും നമുക്ക് നോക്കിയാൽ അവ നമ്മെ വിസ്മയിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാര്യമായി എടുക്കാത്തതെല്ലാം ദൈവം അവയെ കാര്യമായി തന്നെ തന്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്. ഒരു കൊച്ചു കഥ എങ്ങനെയാണ്? ഉൾക്കടലിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട ഒരു കപ്പൽ. കപ്പലിലെ എല്ലാവരും നിലവിളിക്കുകയാണ്. ശാന്തമാകാതെ കപ്പൽ എപ്പോഴെങ്കിലും മുങ്ങിത്താഴുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ് അതിലുള്ള എല്ലാവരും വാവിട്ട് കരയുന്നത്. ഒരമ്മ തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരയുകയാണ്. ഉടനെ കപ്പിത്താൻ അമ്മയുടെ അടുത്ത് വന്ന് ബലം പ്രയോഗിച്ച് ആ കുഞ്ഞിനെയും എടുത്ത് കപ്പലിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെന്ന് കുഞ്ഞിനെ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഈ കടലിനെ ഒന്ന് ശാന്തമാക്കണമേ എന്ന്. ദൈവം ആ കുഞ്ഞിനെ ഓർത്ത് കടൽ ശാന്തമാക്കി. ആ കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതി പാടിയെന്നാണ് കഥയുടെ അവസാനം. നമുക്കും പ്രാർത്ഥിക്കാം ഒരു ചെറുതാകുവാൻ, ഒരു കുഞ്ഞിനെ പോലെയെങ്കിലും ഭാരമില്ലാതെ അഹന്തകളില്ലാതെ എല്ലായിടത്തും സമരസപ്പെടുവാൻ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഞങ്ങളുടെ ജീവിതമാകുന്ന നൗകകളെ ശാന്തമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ചെറുതുകളെ നമുക്ക് കാര്യമായിട്ട് തന്നെ എടുക്കാം. ദൈവം ചെറുതുകളെ പരിപാലിക്കുന്നത് പോലെ ഭാരം കുറഞ്ഞവയെ മാറ്റി നിർത്താത്തവയെ ദൈവം തന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നത് പോലെ നമുക്കും ചെറുതാകാൻ പരിശ്രമിക്കാം. ചെറുതുകളിലാണ് ദൈവത്തിന്റെ കണ്ണുടുക്കുന്നത്. നമുക്കും ചെറുതാകലിന്റെ സുവിശേഷത്തിലൂടെ യാത്രയാകാം. എളിമപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ വഴിയെ നടന്നു നീങ്ങുവാൻ നമുക്ക് സാധ്യമാകട്ടെ. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.